ദൈവത്തിന് സ്തോത്രം. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ അതേ എഫേസ്യ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. എഫേസ്യ ലേഖനം അതിന്റെ 6-ാം അധ്യായം, എഫേസ്യ ലേഖനം അതിന്റെ 6-ാം അധ്യായം, അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്നിച്ചു വായിക്കണം. ഇതൊരു പ്രസംഗമല്ല, ഒരു പ്രബോധനമെന്നോ ഒരു മാർഗനിർദ്ദേശമെന്നോ മാത്രം എടുത്താൽ മതി. വേഗം എന്റെ വാക്കുകൾക്ക് ഞാൻ അവസാനം കുത്തുക. ഒന്നിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ പോരാട്ടത്തിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒന്ന് വായിക്കണം. എഫേസ്യ ലേഖനം 6-ന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാലേ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുകയും നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിന്റെ അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടും വായിച്ചാട്ടെ. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർപ്പാനും സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുകയും. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ലേഖനങ്ങളുടെ റാണി എന്ന് വിശേഷിപ്പിക്കാവുന്ന ലേഖനമാണ് എഫേസ്യ ലേഖനം. വിശുദ്ധ ബൈബിൾ 31,173 വാക്യങ്ങളുള്ള ഈ ബൈബിൾ ഒരു മുദ്രാമോതിരമായി സങ്കല്പിച്ചാൽ അതിന്റെ രക്തം പതിച്ച ദീപ്തമായ സ്ഥലമാണ് എഫേസ്യ ലേഖനം എന്ന് പറയാറുണ്ട്. ഈ എഫേസ്യ ലേഖനം 6 അധ്യായമാണ്. സഭയുടെ 6 ചിത്രങ്ങളാണ് പൗലോസ് നമ്മുടെ കൺമുൻപിൽ വരച്ചു തരുന്നത്. 1-ാമത്തെ അധ്യായം നമുക്ക് എല്ലാവർക്കും പറയാം. നിങ്ങൾ എന്നോടൊപ്പം ആ വാക്യം ഒന്ന് ഉദ്ധരിച്ചാൽ പെട്ടെന്ന് മുൻപോട്ട് പോകാം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവൻ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ തന്റെ വലതു ഭാഗത്ത് ബാക്കി എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും എല്ലാറ്റിനും മീതെ അവനെ ശിരസാക്കി എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ തന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശു അദൃശ്യ ശിരസും സഭ ദൃശ്യ ഉടലുമാണ്. ഉടലും ശിരസും തമ്മിലുള്ള ബന്ധം പോലെയാണ് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം. 1-ാം അധ്യായം സഭ ക്രിസ്തുവിന്റെ ശരീരം. 2-ാം അധ്യായം വായിക്കുമ്പോൾ യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നമ്മെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നമ്മെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. 2-ാം അധ്യായം ദൈവത്തിന്റെ സഭ കെട്ടിടം. 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ ആ മർമ്മം പണ്ട് തന്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടു വന്നതുപോലെ അതേ പുതിയൊരു മർമ്മം വെളിപ്പെട്ടു വന്നു നിങ്ങൾ അറിയാതിരിക്കുക. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണമെന്നുള്ളത് തന്നെ. അങ്ങനെയാണെങ്കിൽ സഭ ഒരു മർമ്മമാണ്. 4-ാം അധ്യായം വളർച്ച പ്രാപിക്കുന്ന ആളത്വമാണ് സഭ. 5-ാം അധ്യായം അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിച്ച് കള ചുളുക്കം ഒന്നുമില്ലാതെ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. സഭ മണവാട്ടിയാണ്. 6-ാം അധ്യായം ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് ജലരക്തങ്ങളോടല്ല. അങ്ങനെയാണെങ്കിൽ സഭ പടയാളിയാണ്. 1-ാം അധ്യായം സഭ ക്രിസ്തുവിന്റെ ശരീരം. 2-ാം അധ്യായം സഭ കെട്ടിടം. 3-ാം അധ്യായം സഭ മർമ്മം. 4-ാം അധ്യായം സഭ വളർച്ച പ്രാപിക്കുന്ന ആളത്വം. 5-ാം അധ്യായം സഭ മണവാട്ടി. 6-ാം അധ്യായം സഭ പടയാളി. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ കൂടിയിരുന്ന് ഉറങ്ങി തൂങ്ങിയേച്ച് പോകാനല്ല വന്നിരിക്കുന്നത്. പടയാളിക്കും മൗനമായിരിക്കാൻ പറ്റില്ല. അവന്റെ കയ്യിൽ ആയുധമുണ്ട്, അവന്റെ തലയിൽ ശിരസ്ത്രമുണ്ട്. ആരാധിക്കുന്ന നീ കളിക്കളത്തിലിരുന്ന് ഉറങ്ങാൻ എത്തിയതല്ല, നീ പോർക്കളത്തിൽ വാഗ്ദത്തം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയതാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ ദൈവകൃപ തകർത്ത് കളയാൻ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവാഭിഷേകം ഇല്ലാതാക്കാൻ, നിന്റെ ശുശ്രൂഷയെ തകർത്ത് കളയാൻ, നിനക്കെതിരെ വാദിക്കുന്ന പൈശാചിക താവളങ്ങളെ തകർക്കേണ്ടതിന് ആത്മമണ്ഡലത്തിൽ പടപൊരുക്കാനുള്ള പോരാട്ടത്തിന്റെ കർമ്മവീര്യം ഇരിക്കുന്ന ദൈവമക്കളുടെ സ്ഥിരകളിൽ സ്വർഗം ഇന്ന് പകൽ പറയുകയാണ്, ഉറപ്പ് പകരുകയാണ്. ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിൽ കാണുക. നിന്റെ കുടുംബത്തെ സാത്താൻ എയിം ചെയ്തിരിക്കുന്നു, നിന്റെ തലമുറയെ സാത്താൻ എയിം ചെയ്തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞുമാറാൻ അഭിഷിക്തർ ഒന്നിച്ച് പ്രാർത്ഥനയിൽ പോരാടട്ടെ. ഈ
ഗൗരവമേറിയ ഭാഗം പരിശുദ്ധാത്മ ഓർമ്മിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിലെ പൊതുവെയുള്ള ചിത്രത്തിൽ ഒടുവിൽ കർത്താവിനും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുക എന്ന് പറയുന്ന ഈ വലിയ ആത്മീയ പോരാട്ടത്തെ കുറിച്ച്, സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് പറയുമ്പോൾ 5-ാം അധ്യായത്തിന്റെ മുഴുവൻ പ്രമേയം എന്ന് പറയുന്നത് കുടുംബം എന്ന പ്രമേയമാണ്. കുടുംബം. സ്തോത്രം. നമുക്കറിയാം 5:22 വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പി എന്ന് പറഞ്ഞതിന് ശേഷം ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പി, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഇതൊക്കെ പറഞ്ഞിട്ട് 5-ാം അധ്യായം മുഴുവൻ കുടുംബത്തെ കുറിച്ച് പറയുകയാണ്. 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മ ഓർമ്മിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം മക്കളെ, കണ്ടോ, മക്കളെ എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സാത്താന്യ തന്ത്രങ്ങൾ നടക്കുന്ന ഒരു പ്രതലമുണ്ട്. ആ പ്രതലം നിന്റെ കുടുംബം എന്ന പ്രതലമാണ്. നിന്റെ കുടുംബത്തിനകത്ത് സാത്താൻ അവന്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം, എന്റെ വീട്ടിൽ മാത്രം ഒരു പ്രതികൂലം ഉണ്ടാകില്ല എന്ന് വിചാരിക്കരുത്. ഏത് സമയത്തും നിന്റെ വീട്ടിൽ പ്രതികൂലം ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ നിന്റെ കുടുംബത്തിനകത്തുണ്ടാകും. നിന്റെ ഭവനത്തെ കാത്ത് ചില ദുർദിവസങ്ങൾ ഇരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ മാസയോഗത്തിന് ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, സമാധാനത്തോടെ നീങ്ങിയ പല കുടുംബങ്ങളുടെയും അപകടകരമായ വിധത്തിലേക്ക് പിടിച്ചുലച്ചുകൊണ്ട് സാത്താൻ കൈയാളിയ ബന്ധനങ്ങളുടെ കണ്ണുനീർ ഇന്നും പറ്റാതിരിക്കുന്ന ഇവിടിരിക്കുന്ന മാതാക്കൾ കൈകെട്ടിയിരിക്കേണ്ടവരല്ല. പ്രതീക്ഷിക്കാത്ത ചില ദുർദിവസങ്ങൾ, പ്രതീക്ഷിക്കാത്ത ചില ദുർദിവസങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആരാധിക്കുന്നവർ ആത്മാവിൽ പറഞ്ഞാട്ടെ. പ്രതീക്ഷിക്കാത്ത ചില ദുർദിവസങ്ങൾ ഈ എന്റെ കുടുംബത്തിനകത്ത് ഉയരരുത്. യേശുവിന്റെ നാമത്തിൽ അത് ഞാൻ ബന്ധിക്കുകയാണ്. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സൗന്ദര്യത്തിനകത്ത് സുഖലോലുപതയിൽ മുമ്പോട്ട് പോകുന്ന ഒരു കുടുംബം എന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി, നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തിയ കുടുംബത്തിൽ ഒന്ന് കണ്ടേ. ഈ കുടുംബം ഈ 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസളവുമുള്ള പച്ചപ്പട്ട് വിരിച്ച ഈ ഭൂമിയുടെ ഏക അവകാശിയായി ഒറ്റ കുടുംബം സമാധാനത്തോടെ നിലകൊള്ളുന്ന സമയം ഇതാ സ്തോത്രം തോട്ടത്തിന്റെ അരികിൽ വന്ന് ഹൗവയോട് പാമ്പ് സംസാരിച്ച് തുടങ്ങിയതോടെ ഈ കുടുംബത്തിന്റെ ദുർദിവസം തുടങ്ങി. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? സുഖകരമായി പോകുകയായിരുന്നു. പക്ഷെ പാമ്പിന്റെ സംഭാഷണത്തോടെ ഈ കുടുംബത്തിന്റെ ദുർദിവസം തുടങ്ങി. നിങ്ങൾക്കറിയാമോ, കാലിൽ പാലിൽ കഴുകത്തക്ക സമൃദ്ധിയിൽ കഴിഞ്ഞ ഒരു ഭക്തനായ ദൈവവൃത്യന്റെ കുടുംബം സമാധാനമായി കഴിഞ്ഞിരിക്കുന്ന സമയം ആ ഒരു ദിവസം ദൈവത്തിന്റെ പുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽക്കാൻ ചെന്നു. കൂട്ടത്തിൽ ആര് ചെന്നു? സാത്താനും ചെന്നു. അതോടെ ഒരു കുടുംബത്തിന്റെ ദുർദിവസം തുടങ്ങി. സ്തോത്രം. നിങ്ങൾക്കറിയാമോ സംഭവം? ദൈവത്തിന് സ്തോത്രം. വലിയ പോരാട്ടത്തെ ജീവിതയാത്രയിൽ അഭിമുഖീകരിച്ച് ഒടുവിൽ കൊട്ടാരത്തിലെ പള്ളിമെത്തയിൽ ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥനയില്ലാതെ ഉറക്കം തുടങ്ങിയ ദാവീദ് എന്ന ഭക്തൻ ഒരു ദിവസം കുളിമുറിയിലേക്ക് കണ്ണു നട്ടൊരു സ്ത്രീയുടെ നഗ്നതയിൽ കണ്ണുടക്കിയതോടെ ഒരു കുടുംബത്തിന്റെ ദുർദിവസം തുടങ്ങി. ഓർക്കണം, ദൈവത്തിന്റെ ദാസൻ ദാവീദിന്റെ കുടുംബത്തിന്റെ ദുർദിവസം തുടങ്ങി. ഈ പകൽ പലപ്പോഴും ഫാമിലി കോൺഫറൻസിന് വിളിക്കുമ്പോഴും ആഹ്വാനം ചെയ്യുമ്പോഴും അതിന് ഉത്തരവാദിത്വത്തോടെ കാണാൻ കഴിയാത്ത ഒരു ജനതയ്ക്ക് നടുവിൽ ഞാൻ വിളിച്ചു പറയാം, ഏത് സമയത്ത് നിന്റെ കുടുംബത്തിന്റെ ദുർദിവസം തുടങ്ങുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാം കീഴ്മേൽ മറിയത്തക്ക വിധത്തിൽ സാത്താനിന്റെ കുടുംബത്തെ ഉന്നം വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനകത്തിൽ യേശുവിന്റെ നാമത്തിൽ എന്റെ കുടുംബത്തെ പിശാച് തുടരുത് എന്ന് പറഞ്ഞ ആത്മാവിൽ പടവരുത്തുന്ന ദൈവമക്കൾ അന്യഭാഷയിൽ പാട്ടിക്ക് തുടങ്ങട്ടെ. എനിക്ക് വിഷയം സംബന്ധിച്ച് മനസ്സിലേക്ക് കുടിയെത്തുന്ന ഒരു കാര്യം, കുടുംബത്തിനകത്തെ ദുർദിവസം സാത്താൻ കൈകാര്യം ചെയ്യുമ്പോൾ അവൻ കൈകാര്യം ചെയ്യുന്ന 3 മേഖലയെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ചിന്തിക്കുകയായിരുന്നു. ഒന്നാമത്തെ രംഗം എന്ന് പറഞ്ഞാൽ കുടുംബത്തിനകത്തെ ദൈവിക ക്രമം സാത്താൻ തകർക്കും. സ്തോത്രം. ആദ്യത്തെ രംഗം അതാണ്. എന്താണ്? എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞ് വിശദീകരിക്കുന്ന കർത്താവിദാസൻ കുറെ സന്ദേശത്തിൽ വരുന്നുണ്ട്. ഒന്നാമത് സംഭവിക്കുന്ന എന്താ എന്ന് പറയുന്നത് ശബ്ദം ഉയർത്തി. ഞാൻ ചിലരുടെ മുഖത്ത് നോക്കുമ്പോൾ വാസ്ത ഇങ്ങനൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും പുണ്യവാളന്മാരായിട്ടാണ് ജീവിക്കുന്നത് മട്ടില്ല.
സ്തോത്രം. കുച്ചിപ്പുടു, ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ വീട്ടിൽ നടത്തുന്ന കാര്യം അയൽവക്കക്കാർ പറഞ്ഞിട്ട് ഞങ്ങളുടെ ചെവി വരുന്നുണ്ടെന്നേ. അതുകൊണ്ട് തന്നെ പ്രത്യേകം പറയുന്നു, കുടുംബത്തിനകത്ത് ആദ്യം സാത്താൻ ചെയ്യുന്നത് നിന്റെ കുടുംബത്തിനകത്തെ ദൈവിക ക്രമം സാത്താൻ തകർക്കും. സ്തോത്രം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അപകടാവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ അപകടാവസ്ഥയാണ്. രണ്ടാമത്തെ അപകടാവസ്ഥ, ഈ കുടുംബത്തിനകത്ത് ദൈവിക ക്രമം തകർത്ത് കഴിഞ്ഞാൽ അടുത്ത രംഗം കുടുംബത്തിനകത്ത് ഭൂതാത്മ സ്വാധീനം വരുത്തും. സ്തോത്രം. ഭൂതാത്മ സ്വാധീനം എങ്ങനെയൊക്കെ വരും? രണ്ട് പ്രധാനപ്പെട്ട മീഡിയം ഭൂതാത്മ സ്വാധീനത്തിൽ നിന്ന് കുടുംബങ്ങൾക്കകത്തുണ്ട്. സ്തോത്രം. പണ്ട് ഈ മഞ്ഞ പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകം നമുക്കൊക്കെ അറിയാം. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് പിള്ളേരെ പിടിക്കുന്ന സമയം പുസ്തകക്കെട്ടുകൾക്കിടയിൽ നിന്ന് മഞ്ഞ പുസ്തകം എടുക്കും. ഈ മഞ്ഞ പുസ്തകം എന്താണെന്ന് വിശദീകരണം ഒന്നും പറയേണ്ട കാര്യമില്ല. സ്തോത്രം. അത് കയ്യിൽ കിട്ടി എന്നറിഞ്ഞാൽ സ്കൂളിൽ പിടിക്കും. സ്കൂളിൽ പിടിച്ചാൽ അധ്യാപകർ അറിയും. അധ്യാപകർ അറിഞ്ഞാൽ മാതാപിതാക്കളോട് പറയും. മാതാപിതാക്കൾ വിവരം അറിയും. നല്ല പുളിങ്ങമ്പുകഷായ കുഞ്ഞുങ്ങൾക്ക് കിട്ടും. അങ്ങനെ മഞ്ഞ പുസ്തകം ഒന്നും കൊണ്ട് നടക്കാൻ അന്ന് യാതൊരു അനുവാദവും ഇല്ലായിരുന്നു. ഇന്ന് സ്തോത്രം, ഏത് വ്യക്തിയുടെ അടുക്കലും ഒരു സ്ക്രീനിന്റെ അകലത്തിൽ സകല മ്ലേച്ഛതകളും നരകം വായി പിളർന്ന് നിൽക്കുന്നത് പോലെ ഇവിടെ കിട്ടും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഭൂതാത്മ സ്വാധീനം നെറ്റിലൂടെ വീട്ടിലേക്ക് ഒഴുകി ഇറങ്ങുകയാണെന്ന് ഓർക്കണം. ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം, പ്രിജിൽ എന്ന ഒരു യൗവനക്കാരൻ, പെന്തക്കോസ്ത് സഭയിൽ പ്രബോധനം നടത്തിയ ചെറുപ്പക്കാരൻ, സ്വന്തം അപ്പനെ സിറ്റിംഗ് റൂമിൽ ഇരുന്ന് കഴുത്തിന് വെട്ടിയിട്ട് ജന്മം കൊടുത്ത മകന്റെ വെട്ടേറ്റ് അടുക്കളയിലേക്ക് ഓടിച്ചെല്ലുന്ന അപ്പന്റെ പുറത്ത് തലങ്ങും വിലങ്ങും വെട്ടി ചോരയിൽ കുളിച്ച് അപ്പൻ വീഴുമ്പോൾ അമ്മ, സ്തോത്രം, ആ രംഗം നോക്കി നിൽക്കുന്ന സമയത്ത് സ്വന്തം പിതാവിനെ കൊല്ലാൻ മകൻ കത്തി കയ്യിലെടുക്കുന്ന സമയം, ഇതിന് തൊട്ട് മുൻപ് അവന്റെ മുറിക്കകത്ത് ഉണ്ടായിരുന്ന ചില രൂപങ്ങളെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയണം. ഈ സൈറ്റാനിക് വർഷിപ്പിന്റെ ഉപകരണങ്ങൾ ഇവന്റെ മുറിക്കകത്ത് എത്തിച്ചേർന്നതിന്റെ വഴി എവിടെയാണ്? നിങ്ങൾ തിരിച്ചറിയുക. അപകടത്തിലേക്ക് നീങ്ങുകയാണ് തലമുറ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പുണ്യവാളന്മാരാണ്. കാഹളം വെച്ചാൽ മുകളിലോട്ട് പറക്കാനിരിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്നോടൊരു അമ്മ പറഞ്ഞ കാര്യം പറയാം. എന്നോടൊരു അമ്മ പറഞ്ഞത്, ദൈവത്തിന് സ്തോത്രം, പാസ്റ്ററേ, എന്റെ കൊച്ച് എന്റെ കയ്യിലാക്കണം തുടങ്ങിയത്. കയ്യിൽ എന്റെ കൊച്ച് എന്റെ കയ്യിലാക്കണം തുടങ്ങിയത്. ഞാൻ ആ കുഞ്ഞിനോട് പ്രേമബന്ധത്തിന്റെ, സ്തോത്രം, ചതിക്കുഴിയിൽ വീണതിനെ സംബന്ധിച്ചും ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സംസാരിക്കുന്ന സമയത്ത് അന്യമതസ്ഥനായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചില വർഷങ്ങൾക്ക് പുറകിൽ ആ കുഞ്ഞിനെ നയത്തിൽ നിന്ന് കൊണ്ടുവരാൻ സംസാരിക്കുമ്പോൾ പറയാവുന്ന പഠിച്ച പണി 18 പയറ്റിയ സൺഡേ സ്കൂളിലും ആത്മീയ കാര്യങ്ങളുടെ മുൻപിൽ നിന്ന് ഈ പെൺകുട്ടിയോട് ഒടുവിലായി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, ഇനിയും പറ മോള്, ഈ ബന്ധം ശരിയാണ്. എന്റെ മുഖത്ത് നോക്കി അവൾ കടുപ്പിച്ചു പറഞ്ഞു, എനിക്ക് അത് മതി. നിങ്ങൾ ഓർക്കണം, സ്തോത്രം, അമ്മ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, പാസ്റ്ററേ, എന്റെ കയ്യിലാണ് കിടന്നുറങ്ങിയത്. സ്തോത്രം. ഞാൻ മുൻപ് ശുശ്രൂഷിച്ച ലോക്കൽ സഭയിൽ ഒരു വീട്ടിലെ ഏക മകൾ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു മുസ്ലിം പയ്യനോടൊപ്പം രാത്രി 4 മണിക്ക് അപ്രത്യക്ഷമായി. വളരെ മനോഹരമായ കുടുംബ പശ്ചാത്തലം. ആ അമ്മയോട് പറഞ്ഞത്, പാസ്റ്ററെ, ആകപ്പാടെ മൂത്തവന്റെ കല്യാണത്തിന് തുണിയെടുക്കാൻ പോയപ്പോൾ ചങ്ങനാശ്ശേരിയിൽ അതെ തുണിയെടുക്കുന്ന കൗണ്ടറിൽ നിന്ന് 10 മിനിറ്റ് ഇവർ തമ്മിൽ സംസാരിച്ചതല്ലാതെ മറ്റൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ചങ്ങനാശ്ശേരി ടൗണിലെ ഒരു തുണിക്കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാരൻ രാത്രി 4 മണിക്ക് കാറിൽ വീടിന്റെ താഴെ വന്ന് ഒരമ്മയോട് ഒരു മുന്നറിയിപ്പ് കൊടുക്കാതെ ഈ മകൾ ഇറങ്ങിപ്പോയി 2 കുഞ്ഞുങ്ങളുമായി ഇന്ന് ചങ്ങനാശ്ശേരിയിൽ ഒരു മുസ്ലിമിന്റെ ഭാര്യയായി ഈ ക്രൈസ്തവ കുടുംബത്തിലെ യൗവനക്കാരി കഴിയുമ്പോ ചങ്ക് തകരുക. എന്താ കാര്യം? ഇത് കുടുംബത്തിനകത്ത് സ്വാധീനം വരുത്തി കഴിഞ്ഞു. സ്തോത്രം. യേശുവിന്റെ നാമം ചൊല്ലി പ്രാർത്ഥിക്കണം. എന്റെ കുടുംബത്തിനകത്ത് നടക്കാൻ പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവിക ക്രമം കുടുംബത്തിൽ തെറ്റിയാൽ അതോടെ തകർന്നു. നിങ്ങൾക്കറിയാമോ എന്താ ദൈവിക ക്രമം? സഹോദരിമാരെ, ദൈവിക ക്രമം, ഭർത്താവ് അധികാരം നടത്തുന്നു, ഭാര്യ കീഴ്പ്പെടുന്നു. അധികാരം നടത്തുന്ന ഭർത്താവും കീഴ്പ്പെടുന്ന ഭാര്യയും എന്ന ഫോർമുലയാണ് കുടുംബത്തിനകത്തെ ദൈവിക ക്രമം. എന്നാൽ നിങ്ങൾ ഓർക്കണം, ഒരു കുടുംബത്തിനകത്ത് ദൈവിക ക്രമം തെറ്റിയതിന്റെ തെളിവ് ഞാൻ പറയാം.
ആഹാബ് കീഴ്പ്പെടുന്നു, ഇസബേൽ അധികാരം നടത്തുന്നു. ആ കുടുംബത്തിന്റെ ക്രമം തെറ്റി. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ഭർത്താവിന്റെ ശിരസ്ഥാനത്തെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ മക്കളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ ഭർത്താവിനെ തരം താഴ്ത്തി ചവിട്ടി താഴ്ത്തുമ്പോൾ അടുത്ത ദിവസം തർക്കശാസ്ത്രത്തിൽ വിദഗ്ധരായ ഒരു തലമുറയെ നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. കഷ്ടപ്പെട്ടും അധ്വാനിച്ചും വീട്ടിലോട്ട് കയറി വരുന്ന ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ വേണമെങ്കിൽ എടുത്തുകൂടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടത്തിൽ വിശ്രമിച്ചിരിക്കുന്ന ഭാര്യയുടെ ക്ഷിപ്രകോപത്തിന് മുൻപിൽ വിധേയപ്പെട്ട് ഭർത്താക്കന്മാർ പ്രശ്നമില്ലാതെ അഴിഞ്ഞു മാറുമ്പോൾ ഇത് കണ്ടുവളരുന്ന അടുത്ത തലമുറ നിന്റെ കുടുംബത്തിനകത്ത് പുഴിക്കുത്തായി മാറും. മറക്കരുത്, പരിണിത ഫലം ഭയങ്കരമാണ്. അങ്ങനെ വളർന്നു വന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരിക്കലും ഏലിയാവിനെ പോലെയുള്ള ഭക്തനെ പ്രതീക്ഷിക്കേണ്ട. കാട്ടുകടൻ വീരപ്പന്റെ കൊച്ചുമോനെ പ്രതീക്ഷിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. കടന്നുപോയ ഭാഷ. സ്തോത്രം. ഈ ആത്മീയ ശുശ്രൂഷയിൽ ഗൗരവമായി ശ്രദ്ധിക്കണം. കുടുംബത്തിൽ ദൈവിക ക്രമം തകർക്കുക. നമുക്ക് എല്ലാവർക്കും ശക്തമായി പ്രാർത്ഥിക്കാം. എല്ലാ നാവിൽ നിന്നും